1971 സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലേക്ക് ഓടി വരുന്ന കുറേ പേരുകളുണ്ട്. അതിലൊന്നാണ് ഉമ്മൈത്താനകത്ത് കുഞ്ഞിക്കാദർ, താന്നൂരുകാരനാണ്. അതുപോലെ തന്നെ ആമിനുമ്മാൻ്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാർ. ഇവർ രണ്ടുപേരും എന്തായിരുന്നു ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരം മലബാറിൽ തുടക്കം കുറിക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രതിഷേധങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പൊന്നാനി കേന്ദ്രമാക്കിയിട്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർ അവിടെ ഒത്തൊരുമിക്കുകയും ബ്രിട്ടീഷ് ഭരണകൂടത്തിന് അനുകൂലമായിട്ട് അവരൊരു ഫത്വ ഇറക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മഹക്കുൽ ഖലാഫ എന്ന് പറയുന്നൊരു ഫത്വ അന്ന് ഈ ബ്രിട്ടീഷ് ഭരണത്തെ അനുകൂലിക്കുന്ന അവരുടെ കൂലിയെഴുത്തുകാരായിട്ടുള്ള ഇസ്ലാമിക മതപണ്ഡിതന്മാർ പൊന്നാനി ആധാരമാക്കിയിട്ട് അന്ന് ചേർന്നിട്ടുള്ളൊരു സമ്മേളനത്തിൽ ഇറക്കുണ്ടായി. അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ബ്രിട്ടീഷ് അന്നത്തെ ഖിലാഫത്ത് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണെന്നും അതാത് കാലത്തെ ഖലീഫയെ അംഗീകരിക്കലാണ് യഥാർത്ഥത്തിൽ മുസ്ലിമിൻ്റെ ബാധ്യതയെന്നും അതിനെതിരെ സമരം ചെയ്യുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്നുള്ള രീതിയിലൊരു ഫത്വയാണ് അന്ന് എന്ത് ചെയ്ത് ഇവരിറക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ ശബ്ദിച്ചുകൊണ്ടായിരുന്നു ആമിനുമ്മാൻ്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആ പണ്ഡിതൻ ഉയർത്തി നിൽക്കുന്നത്. അദ്ദേഹം അതിനെതിരെ ശബ്ദം ഉയർത്തുകയും ആ സമ്മേളനത്തെ എതിർക്കുകയും ഈ പറയപ്പെടുന്ന ഫത്വയ്ക്കെതിരെ പള്ളികളിലും മറ്റും കേന്ദ്രീകരിച്ച് നോട്ടീസ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നോട്ടീസിൽ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങൾ അംഗീകരിക്കുന്ന ഖുർആനെയും ഹദീസിനെയും അംഗീകരിക്കുന്ന ഓരോ വിശ്വാസിക്കും ഓരോ ഇമാമിനും ഓരോ പണ്ഡിതന്മാർക്കും അവർക്ക് ബ്രിട്ടീഷ് അധിനിവേശത്തെ എതിർക്കുന്നത് അവർക്ക് നിർബന്ധമാക്കപ്പെട്ട കാര്യമാണെന്നും അതിനോട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന പേനയെന്തുന്ന ആളുകൾ കാഫിറാണെന്നും എന്നുള്ള രീതിയിലാണ് അന്ന് അദ്ദേഹം നോട്ടീസ് ഇറക്കുകയും അതിനുവേണ്ടി ശബ്ദിക്കുകയും ചെയ്തത്. ഈ ആമിനുമ്മാൻ്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാരുടെ ശിഷ്യനായിട്ട് വളർന്ന ആരാണ്? ഉമ്മൈത്താനകത്ത് കുഞ്ഞിക്കാദർ എന്ന് പറയുന്ന താന്നൂരിലെ ഇന്നും നമ്മളൊക്കെ അഭിമാനമായിട്ട് കാണുന്ന ഈ പോരാളി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെയധികം അഭിമാനം തോന്നുന്നൊരു സംഗതിയാണ്. കാരണം ചരിത്രകാരൻ കോയട്ടി മൗലവി മലബാർ സമരത്തെ പറ്റിയിട്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ചരിത്രകാരനാണ്. അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: താനൂരിൽ കുഞ്ഞിക്കാദറിനെ പോലത്തെ ഒരു അന്തരിയെ ഒരു ഉമ്മ പ്രസവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് അത്രക്കും ധീരനായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം ഉറുദു അറബി ഭാഷകൾ സ്വായത്തമാക്കുകയും അത് ഒരുപാട് അറിവ് നേടുകയും അദ്ദേഹത്തിന് ആർജിച്ചെടുത്ത അറിവുകളും അദ്ദേഹത്തിൻ്റെ എല്ലാ ശേഷികളും ഈ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് വേണ്ടിയിട്ട് ഖിലാഫത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. മാത്രമല്ല താനൂരിലടക്കം ഖിലാഫത്ത് പ്രവർത്തനങ്ങളുടെ വലിയ രീതിയിലുള്ള ഏകീകരണം താനൂരിനെ കേന്ദ്രമാക്കി വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തുകയും ആലിം മുസ്ലിയാരെ പള്ളിയിൽ വെച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്നുള്ള ഒരു കിംവദന്തി നാട്ടിൽ പ്രചരിക്കുന്ന സമയത്ത് 3000-ഓളം അടങ്ങുന്ന അനുയായികളുമായിട്ട് തിരുരങ്ങാടിയിലേക്ക് മാർച്ച് നടത്തുന്ന സമയത്ത് പന്താരങ്ങാടിയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ ചതിയിലൂടെ അദ്ദേഹം 40 പേരും അടങ്ങുന്ന സംഘത്തെ അറസ്റ്റ് ചെയ്തത്. ആ സമയത്ത് അദ്ദേഹത്തെ 1922 തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടിയിട്ട് പോകുന്നത്. ആ സമയത്ത് അദ്ദേഹത്തെ ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തിന് ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ അന്ത്യാഭിലാഷം എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന വാക്കുകൾ ചരിത്രത്തിൽ ഇന്നും പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ തിരുരങ്ങാടിയിൽ വെച്ച് പിടിക്കപ്പെടുന്ന സമയത്ത് എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. ആ ഭാര്യ പ്രസവിക്കുന്നത് ഒരു ആൺകുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടിയെ കൂടി ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് വേണ്ടി സജ്ജനാക്കുക എന്നുള്ളതാണ് എനിക്കതിൻ്റെ അന്ത്യാഭിലാഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ധീര പോരാളി വിട വാങ്ങുന്നത്.